റഷ്യൻ സേനയുടെ സമ്മർദ്ദത്തിൽ യുദ്ധമുഖത്തേക്ക് പോകുന്ന മലയാളികളുടെ നിസ്സഹായാവസ്ഥ വിവരിക്കുന്ന ശബ്ദരേഖ 24-ന് ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകില്ല എന്ന ആശങ്കയാണ് തൃശൂർ സ്വദേശികളായ ബിനിലും ജെയിനും പങ്കുവയ്ക്കുന്നത്. കൂലിപ്പട്ടാളത്തിൽ കുടുങ്ങിയവരെ രക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ ഊർജിത ശ്രമം തുടരുന്നതിനിടെയാണ് ശബ്ദരേഖ പുറത്തുവന്നത്. 24 എക്സ്ക്ലൂസീവ്. ഞങ്ങളുടെ എല്ലാവരുടെ അടുത്തും പോവാൻ പറഞ്ഞിട്ട് സാധനങ്ങളൊക്കെ തന്നു. മറ്റേ ബുള്ളറ്റും ഗ്രനേഡും ഒക്കെ കൂടി ഞങ്ങൾക്ക് തന്നു. കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് തന്നു. പക്ഷെ ഇപ്പൊ പോണത് മറ്റേ ഗൺഷൂട്ട് നടക്കുന്ന സ്ഥലത്തേക്കാണ് പോണത്. അവിടേക്ക് കേറി ചെല്ലാൻ പറ്റാത്തൊരവസ്ഥയായിട്ട് നിക്കണം. അമ്മാതിരി പൊട്ടല് പൊട്ടിയിട്ടിരിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാര് മൊത്തം ഒരുവിധം കഴിഞ്ഞു. അവിടെ ആൾക്കാരില്ല. അങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് പോണത്. ജെയിനിന്റെയും ബിനിന്റെയും മോചനത്തിന്റെ അനിവാര്യത വെളിവാക്കുന്ന ശബ്ദരേഖയാണ് പുറത്തുവന്നത്. 4 പേര് പോയി. ഇനി അടുത്ത 4 പേര് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. വേറെ ആരും പോകാനായിട്ടില്ല അവിടെ. അപ്പൊ ഞങ്ങളും കയറി പോവാണ്. അങ്ങനെയുള്ള കാര്യങ്ങളായിട്ടിരിക്കുന്നത്. പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന കാര്യം ഉറപ്പൊന്നുമില്ലാന്ന്. കാരണം അവിടെ ഉണ്ടാവുന്നവര് മൊത്തം തീർന്നു. എന്നിട്ടാണ് നമ്മളെന്നെ വിളിച്ചിട്ട് പോണത്. വിളിക്കേണ്ടവരെന്നൊക്കെ വിളിക്കാൻ പറഞ്ഞിട്ടാണ് അവരന്ന് നമ്പർ നെറ്റ് തന്നത്. കൂടുതൽ സൈനിക വിന്യാസത്തോടെ യുദ്ധം ശക്തമാക്കുകയാണ് റഷ്യ. ഇതിന്റെ ഭാഗമായാണ് ഇരുവരെയും ഫ്രണ്ട് ലൈൻ ഫൈറ്റേഴ്സ് ആക്കാൻ നീക്കം തുടങ്ങിയത്. യുദ്ധത്തിന് പോകാൻ സജ്ജരായിരിക്കാൻ റഷ്യൻ സൈന്യം നിർദ്ദേശം നൽകി. യുദ്ധത്തിൽ കടന്നാക്രമിക്കാൻ തീരുമാനിച്ചതിനാൽ ബങ്കറുകളിൽ നിന്നും മാറി യുദ്ധഭൂമിയിൽ മുന്നേറാനാണ് റഷ്യൻ പട്ടാളം നൽകിയിരിക്കുന്ന നിർദ്ദേശം. എപ്പോൾ വേണമെങ്കിലും ജീവൻ നഷ്ടപ്പെടാവുന്ന സാഹചര്യമെന്നാണ് ജെയിനും ബിനിലും വിശദീകരിക്കുന്നത്. ഇരുവരെയും മടക്കിക്കൊണ്ടുവരാൻ ശ്രമം തുടരുന്നതിനിടെയുണ്ടായ യുദ്ധമേഖലയിലെ വിന്യാസം കുടുംബത്തെയും ആശങ്കപ്പെടുത്തുന്നുണ്ട്. 24 തൃശൂർ.